ഏവർക്കും ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ, ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൻ്റെ ഷിപ്പ്വ്രെക്ക്ഡ് സൈഡിൽ കുറച്ച് ഭാഗം പഠിച്ചിരുന്നു അല്ലേ? ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തൂടെ പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ആ ചാപ്റ്ററിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പേര് അല്ലേ, ജൂലിയ മാൻഡൽ, കാരബല്ലോ, കാസ്റ്റിലോ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പേര് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അവിടെ ഒരു ഷിപ്പ് തകർന്ന കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ കഥാനായകൻ എന്താണ് ആ ഒരു കടലിന്റെ നടുക്കായിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന് റാഫ്റ്റ് അല്ലേ, എന്താണ് ഒരു ചെറിയൊരു ചങ്ങാടം അദ്ദേഹത്തിന് കിട്ടുകയും അതിനകത്തോട്ട് ചാടിക്കയറുകയും അദ്ദേഹം ബാക്കിയുള്ള മെയ്റ്റ്സിന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ധൃതിയിൽ അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആ ടെക്സ്റ്റിലേക്ക് നോക്കാം. In contrast, Carabello was struggling with Caslo so that Caslo wouldn't let go of his neck. ഇവിടെ എന്താണ് കാരബല്ലോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ എന്നിട്ടും എന്താണ് നമ്മുടെ കാരബല്ലോയുടെ കഴുത്തിൽ നിന്ന് ആ ഒരു പിടി വിടാൻ കാസ്റ്റിലോ ഒരുക്കമല്ലായിരുന്നു. They were less than 3 meters away. I figured that if they got just a little closer, I could hold out an oar for them to grab. അപ്പോൾ നമ്മുടെ കഥാനായകൻ അല്ലേ, അദ്ദേഹം ചിന്തിക്കുകയാണ്, അവര് അല്പം കൂടെ നീന്തി അടുത്തേക്ക് വന്നായിരുന്നു അല്ലേ, എന്നെ അടുത്തേക്ക് അല്പം കൂടെ നീന്തി വന്നായിരുന്നെങ്കിൽ എനിക്കെന്താണ് ആ ഒരു തുഴ അങ്ങോട്ട് നീട്ടി പിടിച്ച് അല്ലെ, അവർക്ക് ഒരു സഹായമായിട്ട് ആ തുഴ അങ്ങോട്ട് നീട്ടി പിടിച്ച് കൊടുക്കാമായിരുന്നു. അങ്ങനെ അവർക്ക് ആ റാഫ്റ്റിലേക്ക് കയറാൻ സാധിക്കുമായിരുന്നു എന്ന് കൂടി നമ്മുടെ നായകൻ ചിന്തിക്കുകയാണ്. But at that moment, a gigantic wave lifted the raft, and from the top of the huge crest, I could see the mast of the small ship heading away from me. When I came down again, Carabello had vanished with Caslo hanging onto his neck. അപ്പോൾ ആ ഒരു പ്രതീക്ഷ അല്ലെ, അവരെ അല്പം കൂടെ നീന്തി വന്നായിരുന്നെങ്കിൽ എനിക്ക് എന്താണ് ആ ഒരു തുഴ അങ്ങോട്ടേക്ക് നീട്ടി അവരെ അല്പം സഹായിക്കാൻ പറ്റുമെന്ന് നമ്മുടെ നായകൻ വിചാരിക്കുകയാണ്. പക്ഷെ എന്താണ് ആ ഒരു പ്രതീക്ഷയും അവിടെ വന്നതാണ്. എന്താണ് വലിയൊരു വേവ് വന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു കപ്പലിനെ ആ ഒരു എന്താണ് ആ ഒരു ചങ്ങാടത്തെ ആ ഒരു ചെറു റാഫ്റ്റിനെ എന്ത് ചെയ്തു, ദൂരേക്ക് തെള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പോഴേക്കും അദ്ദേഹം എന്താണ് ആ വേവൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്, ആ ഒരു തിരയെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്താണ് കാസ്ലോയും കാരബലോയും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നോടി പറയുന്നുണ്ട്. അവിടെ നിന്ന് അവർ മാഞ്ഞു പോവുകയാണ് ചെയ്തത്. 2 meters away, Rengifo was still swimming calmly towards the raft. അപ്പോൾ ഒരു 2 മീറ്റർ ദൂരം മാറിയിട്ട് രഞ്ജിഫോ എന്ന് പറയുന്ന ആള് ഇപ്പോഴും എന്താണ് അദ്ദേഹം നല്ല ശക്തിയായിട്ട് നീന്തി ആ ഒരു റാഫ്റ്റിന്റെ അടുത്തേക്ക് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂടി ഇവിടെ പറയുന്നു. I don't know why I did this absurd thing. Knowing I couldn't move forward, I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. അപ്പോൾ ഇവിടെ നമ്മുടെ കഥാനായകൻ പറയുന്നുണ്ട് എന്താണ് ആ ഒരു അബ്സേർഡ് തിങ് ആയിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്, ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സേർഡ് തിങ്. എന്താണ് ആ ഒരു വിവരം കെട്ട രീതി ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. I couldn't move forward. Knowing I couldn't move forward, I put the oar in the water as though trying to prevent the raft from moving. എന്താണ് അദ്ദേഹം ആ ഒരു ഓർ അവിടെ ആങ്കർ പോലെ എന്താണ് ആ ഒരു നങ്കൂരം പോലെ എന്താണ് അവിടെ ഞാൻ വെച്ചേക്കാണ്, ആ റാഫ്റ്റ് അവിടെ നിന്ന് മൂവ് ചെയ്യാതെ ഇരിക്കാൻ അല്ലേ. അത് എന്താണ് വലിയൊരു മണ്ടത്തരമാണ് അവിടെ അദ്ദേഹം കാണിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്ന് കൂടി നമ്മുടെ നായകൻ ഇവിടെ പറയുകയാണ്. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fatso, row over here." അപ്പോൾ നമ്മുടെ രഞ്ജിഫോ എന്താണ് കുഴഞ്ഞു അല്ലെ, ക്ഷീണിതനായി. അപ്പോൾ അദ്ദേഹം എന്താണ് അല്പനേരം അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഹെഡ്ഫോൺസ് അദ്ദേഹം പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. അദ്ദേഹം പൊക്കി പിടിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം പറയാണ്, and shouted again, "Fatso, row over here." എന്താണ് എന്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും കൊഴിഞ്ഞു വരാൻ അവിടെ നിന്ന് അദ്ദേഹം നമ്മുടെ രഞ്ജിഫോ അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയണം. അദ്ദേഹം അത്രയ്ക്ക് ക്ഷീണിതനായി, ഇതിന് ഈ അല്പം പോലും നീന്താൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. The wind was blowing from his direction. I yelled that I couldn't row against the wind, that he should make another try, but I felt he didn't hurt me. അപ്പോൾ നമ്മുടെ നായകൻ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്താണ് വിൻഡ് എനിക്കെതിരെയാണ് വീശുന്നത്, അതുകൊണ്ട് എനിക്കെന്താണ് തുഴയാൻ സാധിക്കുന്നില്ല, ഞാൻ ഇനി എത്ര തുഴഞ്ഞാലും നിന്റെ അടുത്തേക്ക് എനിക്ക് വരാൻ സാധിക്കത്തില്ല എന്ന് നമ്മുടെ നായകൻ പറയുന്നുണ്ട്. അപ്പോൾ നീ എങ്ങനെയെങ്കിലും അല്ലെ നീ ഒരു ശ്രമം നടത്തി എന്റെ അടുത്തേക്ക് വരാൻ ഇവിടെ നമ്മുടെ രഞ്ജിഫോ എടുത്ത് നമ്മുടെ നായകൻ ഉറക്കെ വിളിച്ച് പറയുകയാണ്. പക്ഷെ രഞ്ജിഫോ അതൊന്നും കേൾക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ലായിരുന്നു. The crates of cargo had disappeared.
and the life raft danced from side to side, battered by the waves. എന്താണ് അവിടുത്തെ ഒരു തിരകൾ അല്ലെ, തിരകളുടെ സാന്നിധ്യം മൂലം എന്താണ് അവിടുത്തെ നമ്മുടെ കാർഗോയുടെ പെട്ടികളെല്ലാം എന്താണ് അവിടുത്തെ കാർഗോ അല്ലെ, അവിടുത്തെ പെട്ടികളെല്ലാം സൈഡിലോട്ട് മൂവ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലൈഫ് റാഫ്റ്റ് എന്താണ് ചങ്ങാടം എന്താണ് സൈഡിലേക്ക് ഇങ്ങനെ കിടന്ന് അടിക്കുന്നുണ്ട് എന്നുകൂടി ഇവിടെ പറയുന്നു. In an instant, I was 5 meters away from Renjifo and had lost sight of him. But he appeared in another spot, still not panicking, ducking under water to prevent the waves from sweeping him away. ഇവിടെ പറഞ്ഞിട്ട് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ എന്താണ് രഞ്ജിഫോയെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു അല്ലെ. രഞ്ജിഫോയിൽ നിന്ന് 5 മീറ്റർ അകലത്തിലാണ് നമ്മുടെ നായകൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ കാണാതെയായി അല്ലെ. അദ്ദേഹം അല്പനേരം കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു. അദ്ദേഹം എന്താണ് അണ്ടർ വാട്ടർ ഡക്കിങ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് വെള്ളം ഒഴുകുന്ന സമയത്ത് എന്താണ് മുങ്ങാങ്കുഴി ഇടുക അല്ലെ, മുങ്ങിക്കൊടുക്കുക. കാരണം എന്താണ് ആ വേവ്സ് അദ്ദേഹത്തിന് ദൂരേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്താണ് ഒന്ന് മുങ്ങി കാണിക്കുന്നത് അല്ലെ. നമ്മുടെ രഞ്ജിഫോ അതുകൊണ്ടാണ് എന്താണ് ഒരു മുങ്ങാങ്കുഴി ഇട്ട് കാണിക്കുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അതാണ് ഡക്കിങ് എന്ന് പറയുന്നത്. I stood up, holding out the oar, hoping Renjifo could get close enough to reach it. But then I could see he was tiring, losing heart. He called to me again, singing, "Fatso, Fatso." നമ്മുടെ കഥാനായകൻ അല്ലെ രഞ്ജിഫോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം എന്താണ് ആ തുഴ വെളിയിലേക്ക് നീട്ടി പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ രഞ്ജിഫോ നീന്തി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ തുഴയ്ക്കത് പിടിച്ച് റാഫ്റ്റിലേക്ക് കയറാം എന്നുള്ള പ്രതീക്ഷ നമ്മുടെ നായകൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് രഞ്ജിഫോയ്ക്ക് അത് ഒട്ടും തന്നെ കഴിഞ്ഞില്ല. രഞ്ജിഫോ അവിടെ ക്ഷീണിതനായിരുന്നു. രഞ്ജിഫോയ്ക്ക് അല്പം പോലും നീന്താനുള്ള ശേഷി ഇല്ലായിരുന്നു അല്ലെ, ആരോഗ്യമില്ലായിരുന്നു. രഞ്ജിഫോ അവസാനമായിട്ടല്ലേ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രഞ്ജിഫോ പറയുന്നുണ്ടായിരുന്നു "ഫാറ്റ്സോ ഫാറ്റ്സോ" എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം സിങ്ക് ചെയ്യുന്നത് പറഞ്ഞത്, മുങ്ങിപ്പോകുന്നെന്ന് പറയുന്നു. I tried to row, but it was hopeless as the first time. I made a last try so that Renjifo could get the oar, but the raised hand which a few moments earlier had been trying to keep the headphones from singing sank forever, less than 2 meters from the oar. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ നായകൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അദ്ദേഹം അല്പം കൂടെ ഒരു ശ്രമം നടത്തി അല്ലെ, ഒരു ശ്രമം കൂടെ അദ്ദേഹം നടത്തി തുഴഞ്ഞ് നമ്മുടെ രഞ്ജിഫോ അടുത്തേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയാണ്. പക്ഷെ എന്താണ് ഇറ്റ് വാസ് ഹോപ്പ്ലെസ് എന്ന് പറയുന്നുണ്ട്, പ്രതീക്ഷയില്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അല്പനേരം പൊങ്ങിക്കൊണ്ടിരുന്നില്ല, എന്താണ് കൈ ഉയർത്തിപ്പിടിച്ച കൈകൾ അല്ലെ, ആ ഹെഡ്ഫോൺസ് വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ഉയർത്തിപ്പിടിച്ച കൈകളൊക്കെ ഉണ്ടായിരുന്നു. അത് അല്പനേരം കഴിഞ്ഞപ്പോൾ താന്നു പോവുകയാണ് അവിടെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താണ് നമ്മുടെ രഞ്ജിഫോയ്ക്ക് നമ്മുടെ റാഫ്റ്റിന്റെ അടുത്തേക്ക് നീന്തിയെത്താൻ സാധിച്ചില്ല. അദ്ദേഹം അവിടെ മുങ്ങിപ്പോകുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. I don't know how long I stayed like that, balancing in the raft, holding out the oar. I kept searching the water, hoping that someone would surface soon. But the sea was clear and the wind, getting stronger, blew against my shirt like the howl of the dog. നമ്മുടെ നായകൻ ചിന്തിക്കുകയാണ്, എത്ര നേരം ഞാൻ ഇങ്ങനെ നിലനിൽക്കും അല്ലെ, ഈ റാഫ്റ്റിൽ ഞാൻ എത്ര നേരം ഇങ്ങനെ നിലനിൽക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ റാഫ്റ്റിൽ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എത്രത്തോളം സമയം എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിന് അറിയില്ല. I kept searching the water, hoping that someone would surface soon. അദ്ദേഹം ചിന്തിക്കുകയാണ്, ആരെങ്കിലും ഒക്കെ പൊങ്ങി വരുമായിരിക്കും അല്ലെ, ആരെങ്കിലൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ നമ്മുടെ നായകൻ ഉണ്ടെന്ന് കൂടി ഇവിടെ പറയുന്നു. But the sea was clear and the wind, getting stronger, blew against my shirt like the howl of a dog. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാറ്റ്, അതിശക്തമായ കാറ്റ് അവിടെ അടിക്കുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ഇടയ്ക്കൂടെ ആ കാറ്റ് പാസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു പട്ടി ഓരിയിടുന്ന സൗണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ഫീൽ ചെയ്യുന്നത് കൂടി ഇവിടെ പറയുന്നു. The cargo had disappeared. The mast, growing more distinct, proved that the small ship had been sunk. As I had first thought, I felt calm. I thought that one of my mates had managed to reach the other life raft. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പറയായിരുന്നു അവിടെ 2 ലൈഫ് റാഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഷിപ്പ് തകർന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു മറ്റൊരു റാഫ്റ്റ് അവിടെ മുങ്ങിപ്പോകാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മേറ്റ് അല്ലെ, ഏതെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് ആ ഒരു ലൈഫ് റാഫ്റ്റിനകത്ത് എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് ഒരു ആശ്വാസത്തിലാണ് നമ്മുടെ കഥാനായകൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു. There was no reason they shouldn't have reached it. The raft weren't provisioned. In fact, none of the life raft of the small ship was outfitted.
but there were 6 of them apart from the robots and the whalers. It was reasonable to believe that some of my mates had reached the other life raft as I had reached mine. Perhaps the destroyer was searching for us. ഇവിടെ കഥാനായകൻ ചിന്തിക്കുകയാണ്, എന്താണ് അവർക്ക് ലൈഫ് റാഫ്റ്റ് കിട്ടേണ്ട അല്ലേ, കിട്ടിക്കാണും, കിട്ടാതിരിക്കാൻ യാതൊരു കാരണങ്ങളും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ കപ്പലിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലൈഫ് റാഫ്റ്റ് ആർക്കെങ്കിലും ഒക്കെ കിട്ടിക്കാണും എന്നുള്ള പ്രതീക്ഷ ആർക്കുണ്ടായിരുന്നു? നമ്മുടെ കഥാനായകന് ഉണ്ടായിരുന്നു. But there were 6 of them apart from the robots and the whalers. It was reasonable to believe that some of my mates had reached the other life raft as I had reached mine, and perhaps the destroyer was searching for us. ഇവിടെ ഡിസ്ട്രോയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കടലിലാണ്. ആ കടലാണ് എന്ത് ചെയ്തത്? അവരുടെ കപ്പലുകൾ തകർത്ത് കളഞ്ഞത്. അപ്പോൾ അവരെല്ലാം കപ്പൽ എന്താണ് തകർത്ത് കളഞ്ഞെന്ന് പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയതുപോലെ അല്ല, എനിക്ക് എന്റെ ലൈഫ് റാഫ്റ്റ് കിട്ടിയതുപോലെ അവർക്കും ലൈഫ് റാഫ്റ്റ് കിട്ടി കാണും എന്നുള്ള പ്രതീക്ഷ ആർക്കുണ്ടായിരുന്നു? നമ്മുടെ കഥാനായകനുണ്ടെന്ന് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നു. Very soon I was aware of the sun, a midday sun, hot and metallic. Stupefied, not fully recovered, I looked at my watch. It was noon on the dot. ഇവിടെ അദ്ദേഹം എന്താണ് അടുത്തതായിട്ട് നമ്മുടെ സൂര്യനെയാണ് ശ്രദ്ധിക്കുന്നത്. എന്താണ് നല്ല ഹോട്ടായിട്ടുള്ള മെറ്റാലിക് ആയിട്ടുള്ള ഒരു സൺ അല്ലെ, ഉച്ച സമയമാണെന്ന് അവിടെ പറയുന്നുണ്ട്. അത്രയ്ക്ക് എന്താണ് സൂര്യൻ ചൂടോട് കൂടി നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താണ് ഇവിടെ സ്റ്റുപ്പിഫൈഡ് എന്ന് പറഞ്ഞ വാക്കുണ്ട് അല്ലെ, എന്താണ് സ്ലീപ്പി മൊമെന്റ് എന്നാണ്, ഒരു എന്താണ് മങ്ങിയ രീതി ആർക്കുണ്ടായിരുന്നു? നമ്മുടെ കഥാനായകനുണ്ട്. അദ്ദേഹം എന്താണ് അത്രയ്ക്ക് ക്ഷീണിതനായിരുന്നു കൂടി പറയുന്നുണ്ട്. I looked at my watch. It was noon on the dot. ഇവിടെ പറയുന്നത് എന്താണ്? അദ്ദേഹം അദ്ദേഹത്തെ വാച്ചിൽ നോക്കിയപ്പോൾ എന്താണ് കറക്റ്റ് ന്യൂൺ ടൈം ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അല്ലെ, ആ ഒരു കറക്റ്റ് ടൈം എന്താണ് ന്യൂൺ ആയി അല്ലെ, 12 മണി ആയെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. The last time Renjifo had asked me the time on the small ship, it was 11:30. I had checked the time again and the disaster had not yet occurred. അപ്പോൾ നമ്മൾ രഞ്ജിഫോ കപ്പലിൽ വെച്ച് നമ്മുടെ കഥാനായകനോട് ചോദിക്കുന്നുണ്ടായിരുന്നു സമയം എത്രയായിരുന്നു അല്ലേ, ആ ഒരു തകർന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു 11:30 മണിയായെന്ന് അദ്ദേഹം അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂറിന് അകത്ത് തന്നെ എന്താണ് ആ കപ്പലുകൾ തകർന്നു. അദ്ദേഹം എന്താണ് ഒരു ലൈഫ് റാഫ്റ്റിലോട്ട് മാറുകയും ചെയ്തു. പെട്ടെന്ന് തന്നെയാണ് അവിടെ ഡിസാസ്റ്റർ ഉണ്ടായെന്ന് കൂടി ഇവിടെ പറയുന്നു. When I looked at my watch on the life raft, it was exactly noon. It had taken only 10 minutes for everything to happen for me to reach the life raft and try to rescue my shipmates and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind. ഇവിടെ നമ്മുടെ കഥാനായകൻ പറഞ്ഞിട്ടല്ലേ രഞ്ജിഫോ അദ്ദേഹത്തിന്റെ ബോട്ടിൽ വെച്ചല്ലേ എന്താണ് നായകനോട് ഷിപ്പിൽ വെച്ച് നായകനോട് ചോദിക്കുന്നുണ്ടായിരുന്നു സമയം എത്രയായിരുന്നു. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്? 11:30 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എന്താണ് ഒരു 10 മിനിറ്റോളം മാത്രമാണ് ആ ഒരു കപ്പൽ തകരാൻ വേണ്ടി എടുത്ത സമയം. കപ്പൽ തകർന്നു. അദ്ദേഹം എന്താണ് ചെറിയൊരു ലൈഫ് റാഫ്റ്റിലേക്ക് മാറുകയാണ്. ഇപ്പോൾ സമയം 12 മണിയോളം ആകുന്നുണ്ട് അല്ലെ. അദ്ദേഹം നീന്തി ആ ഒരു കപ്പലിലെടുത്ത് എന്താണ് ലൈഫ് റാഫ്റ്റിലെടുത്ത് എത്തി ബാക്കിയുള്ള മേറ്റ്സിന് വേണ്ടി അദ്ദേഹം സെർച്ച് ചെയ്യാമെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. Try to rescue my shipmates and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind. എന്താണ് അവിടെ empty sea ആണെന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ വേറെ ആരെയും അദ്ദേഹം കാണുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഷാർപ്പ് ഹോൾ ഓഫ് ദ വിൻഡ്, ആ ഒരു വിൻഡിന്റെ എന്താണ് സൗണ്ട് എല്ലാം അദ്ദേഹം കേട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ലൈഫ് റാഫ്റ്റിനകത്ത് അദ്ദേഹം നിൽക്കുകയാണെന്ന് നമ്മുടെ നായകൻ നിൽക്കുകയാണെന്ന് ഇവിടെ പറയുന്നു. 2 or 3 hours I calculated. It seemed an extraordinarily long time to be alone at sea, but I tried to resign myself to it. I had no food or water, and by 3 in the afternoon it would surely have a searing thirst. അപ്പൊ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു 3-4 മണിക്കൂർ എന്തായാലും എനിക്ക് എന്താണ് ഈ ഒരു കടലിൽ നിൽക്കേണ്ടി വരും. അത് തന്നെ ഒരു വലിയൊരു സമയമാണ് അല്ലെ. എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു കടലിൽ നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്താണ് അദ്ദേഹത്തിന് കഴിക്കാനോ അല്ലെങ്കിൽ എന്താണ് അല്പം ദാഹം തീർക്കാനോ അവിടെ വെള്ളമില്ല അല്ലെ, നല്ലൊരു കുടിക്കാനോ അല്ലെങ്കിൽ ആഹാരത്തിനായിട്ട് അദ്ദേഹത്തിന് ഒരു മാർഗവും ഇല്ല എന്ന് കൂടി നമ്മുടെ നായകൻ ഇവിടെ പറയുന്നുണ്ട്. It would surely have a searing thirst. The sun burned my head and my skin, which was dry and hardened by salt. Since I had lost my cap, I splashed water on my head and I just sat on the side of the raft waiting to be rescued.
അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്താണ് ഭക്ഷണമില്ല, വെള്ളമില്ലാതെ അദ്ദേഹം എന്താണ് ആ ഒരു ലൈഫ് റാഫ്റ്റ് എടുത്ത് ഇരിക്കുകയാണ്. എന്താണ് നമ്മുടെ സൂര്യന്റെ ചൂട് അദ്ദേഹത്തിന്റെ മുകളിൽ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സൂര്യന്റെ ചൂട് കാരണം എന്താണ് അദ്ദേഹത്തിന്റെ ദേഹത്തുള്ള ഉപ്പുരസം കാരണം എന്താണ് അദ്ദേഹത്തിന്റെ തൊലിപ്പുറം മൊത്തം എന്താണ് വെളുത്തിരിക്കുകയാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഉപ്പിന്റെ ഒരു മയം അദ്ദേഹത്തിന്റെ തൊലിപ്പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി വരെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അത് കാരണം എന്താണ് അല്പം വെള്ളം ഉപ്പുവെള്ളം കൂടി അദ്ദേഹം തലയിൽ ഒഴിച്ചിട്ട് അദ്ദേഹം എന്താണ് ആ ഒരു ലൈഫ് റാഫ്റ്റിന്റെ സൈഡിലേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം ആ ഒരു ചെറിയ ചങ്ങാടത്തിന്റെ സൈഡിലേക്ക് മാറിയിരുന്നു. It was only then that I felt the pain in my right knee. The thick blue drill fabric of my trouser leg was wet, so I had a hard time rolling it up. But when I did, I was startled. അപ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്ത നിമിഷത്തിലാണ് അദ്ദേഹത്തിന് പെയിൻ അനുഭവപ്പെട്ടത്. അദ്ദേഹത്തിന്റെ റൈറ്റ് നീൽ എന്താണ് വലത്തെ കാൽമുട്ടിൽ അദ്ദേഹത്തിന് പെയിൻ അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ പാന്റ് ടൈറ്റ് ആയിട്ടുള്ള പാന്റാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് എന്താണ് റോൾ ചെയ്ത് മണ്ടയ്ക്കോട്ട് വെക്കാൻ അല്പം അദ്ദേഹം പാടുപെട്ടു. അദ്ദേഹം റോൾ ചെയ്ത് മണ്ടയ്ക്കോട്ട് വെച്ചപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഭയം തോന്നി. കാരണം എന്താണ് ഹാഫ് മൂണ്ട് ഷേപ്പ് ഒരു വൂണ്ട് അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിക്കുകയുണ്ടായി. I saw a deep half-moon shaped wound on the lower part of my knee. I didn't know if I had gashed it on the side of the ship or if it happened when I hit the water, for I didn't notice it until I was seated in the life raft. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഹാഫ് മൂൺ ഷേപ്ഡ് അദ്ദേഹത്തിന് ഒരു വൂണ്ട് വലത്തെ മുട്ടിന്റെ തൊട്ട് താഴെയായിട്ട് അദ്ദേഹം കാണപ്പെട്ടു. അദ്ദേഹത്തിന് അത് എങ്ങനെ സംഭവിച്ചെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഒന്നെങ്കിൽ എന്താണ് ആ കപ്പലിൽ തകർന്നപ്പോൾ കപ്പലിന്റെ സൈഡ് വല്ലതും ഇടിച്ചായിരിക്കാം ആ മുറിവ് സംഭവിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം വെള്ളത്തിൽ വീണപ്പോഴായിരിക്കാം അത് സംഭവിച്ചത്. എങ്ങനെയൊക്കെ സംഭവിച്ചാലും അദ്ദേഹം എന്താണ് ഇപ്പോഴും ആ ലൈഫ് റാഫ്റ്റിന്റെ അടുത്തേക്ക് ആ മൂലയ്ക്ക് മാറി ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടുന്നത്. അദ്ദേഹം അന്തരമാണ് ആ ഒരു മുറിവ് അദ്ദേഹം കാണപ്പെടുന്നതെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. Though the wound burnt a little, it had stopped bleeding and was completely dry because of the salt water, I imagine. അദ്ദേഹത്തിന്റെ മുറിവ് എന്താണ് ബ്ലീഡിംഗ് എല്ലാം നിന്നു. അദ്ദേഹത്തിന്റെ വേദന ഉണ്ടെങ്കിൽ തന്നെ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ് ആ ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യം മൂലമായിരിക്കാം അദ്ദേഹത്തിന്റെ മുറിവ് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്തതെന്ന് കൂടി അദ്ദേഹം ഇവിടെ വിചാരിക്കുന്നുണ്ട്. Uncertain as to what to do, I decided to make an inventory of my belongings. I wanted to figure out what I could count on in my solitude at sea. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്ന് അദ്ദേഹം പരിശോധിക്കുകയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. First of all, I could rely on my watch, which kept perfect time and which I couldn't stop glancing at every 2 or 3 minutes. In addition, I had my gold ring, which I would bought in Cartagena the year before, and a chain with a medal of the Virgin of Carmen on it, also purchased in Cartagena from another sailor for 35 pesos. ഓൾറെഡി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്, അതുപോലെ തന്നെ റിംഗ് ഉണ്ട്. പിന്നെന്താണ് കാർട്ടജനിയിൽ നിന്ന് വാങ്ങിച്ചാണ് ആ റിംഗ്. കാർട്ടജനിയിൽ തന്നെ ഒരു സേലറിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം വേറൊരു മെഡൽ കൂടി വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട്. ആ മെഡലിനകത്ത് എന്താണ് വെർജിൻ ഓഫ് കാർമനെയാണ് എന്താണ് കാർമന്റെ പടം അതിനകത്ത് ഉണ്ടെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. 35 പീസോസിന് ആണ് അദ്ദേഹം ആ മെഡൽ ഒരു സേലറിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം അത് വാങ്ങിയെന്ന് കൂടി പറയുന്നുണ്ട്. In my pockets, I had nothing but the keys to my locker on the small ship and 3 business cards I had been given at a store in Mobile. One day in January when I had gone out shopping. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ എന്താണ് കീസ്, ലോക്കറിന്റെ കീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് കാർഡ്സും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. Since I had nothing to do, I read the cards over and over to distract myself until I was rescued. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വസ്തുക്കളെ അദ്ദേഹം എന്താണ് എടുത്തു അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണ് ബിസിനസ് കാർഡ്സ് ഉണ്ടായിരുന്നു, റിംഗ് ഉണ്ടായിരുന്നു, മെഡൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ ബിസിനസ് കാർഡ്സ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹം എന്താണ് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു, വായിച്ചുകൊണ്ടിരുന്നു വായന ആവർത്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം എന്താണ് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം അല്പം കൂടെ നീട്ടാൻ വേണ്ടി സമയം കളയാൻ വേണ്ടി അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബിലോങ്സിനെല്ലാം എടുത്ത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇതോടെ നമ്മുടെ ഷിപ്പ് വെക്ഡ് സെയിലർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.